ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക് അനന്തംപിള്ളയോട് ചോദിക്കുക, അങ്കിളെ എന്തുവായി പറഞ്ഞത്? ആനന്ദംപിള്ള ദേഷ്യത്തോടെ അലറിക്കൊണ്ട്, ആനന്തംപിള്ള സാർ, നീ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി, ഇത് ചതിയാ, നിങ്ങൾ എന്നെ ചതിച്ചതാ എന്നിങ്ങനെ ദീപക് പറയുമ്പോൾ ചതിയോ? ചതിയെക്കുറിച്ച് പറയാൻ നീ ആരാടാ? സ്വന്തം അമ്മയെ ചതിച്ച നീ ആര് പുണ്യാളനോ? ഇറങ്ങി പോടാ ഇവിടുന്ന്, ഔട്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നവരെല്ലാവരും അങ്ങ് ചിരിക്കുക. അതുകൂടെ കണ്ടപ്പോൾ ദീപക്കിന് സഹിക്കാൻ വയ്യ. നാണക്കേട് കൊണ്ട് അവൻ തലകുനിഞ്ഞ് നിൽക്കുക. എത്ര നാണം കെട്ടാലെന്താ, അവൻ അംബികയുടെ മോനല്ലേ? അവൻ വീണ്ടും ചോദിക്കുക, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞതോ? അനന്തംപിള്ള കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയാം, നിനക്ക് സീറ്റില്ല, പിന്നല്ലേടാ നിനക്ക് ഞാൻ മോളെ കെട്ടിച്ചു തരുന്നത്. അനന്തംപിള്ളയുടെ മകളെ കെട്ടാൻ പറ്റിയ ഒരു യോഗ്യൻ. നാട് മുഴുവൻ അലവലാതി ഭാര്യമാരുള്ള നീയാണോടാ എൻ്റെ മകളെ മോഹിക്കുന്നത്? ഇനി മേലാൽ നീ അങ്ങനെങ്ങാനും പറഞ്ഞ് നടന്നാലുണ്ടല്ലോ, നിന്നെ കൊന്നുകളയും ഞാൻ. ദീപക്ക് പല്ല് കടിച്ചോണ്ട് നിങ്ങളെ ഞാൻ, എടാ ഇവിടെങ്ങാണം നിന്ന് നീ ഒരക്ഷരം പറഞ്ഞാൽ അടിച്ച് നിന്റെ കരണക്കല്ല് ഞാൻ പറിക്കും കേട്ടോടാ, ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. അങ്ങനെ ദീപക്ക് നാണം കെട്ട അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ജയൻ അവിടെ നിൽക്കുക. ജയന്റെ അടുത്ത് വന്നിട്ട്, വാടോ നമുക്ക് പോകാം. എന്തോന്ന് പെട്ടെന്ന് ജയൻ ചോദിക്കുക. അവനാരാ? ഭൂലോക കാലുവാരിയല്ലേ? കൊച്ചമ്മണിയുടെ മകൻ ജയൻ്റെ ഒരു അഭിനയം അവിടെ നടക്കും. അയ്യോ, എൻ്റെ ഒരു ടവൽ ഇവിടെ എവിടെയോ വെച്ച് കണ്ടില്ല, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞിങ്ങനെ പതുക്കെ ചെന്ന് അനന്തംപിള്ളയോട് ചോദിക്കുന്നു, ഞാൻ അവൻ്റെ കൂടെ പോകണോ അതോ ഇവിടെ നിൽക്കണോ? അനന്തംപിള്ള പറയാം, നീ ഇവിടെ എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് ഉണ്ടു മുഷിയാം, ദാണ്ട് അവൻ്റെ കൂടെ പോയാൽ നിനക്ക് തെണ്ടിത്തിരിയാം. അയ്യോ എന്നാൽ ഞാൻ പോകുന്നില്ല. ദീപക്കിനെ നോക്കിയിട്ട് ജയൻ പറയാം, ഞാൻ വരുന്നില്ല, ഇയാൾ പോക്കോ. ശേഖരൻ ഹൃതിയോടും രാജുവിനോടും ചോദിക്കുക, ചേട്ടനെടുത്തൊരു ഉറച്ച തീരുമാനം തന്നെ ആണോ രാജു? അതെ സാർ, വർമ്മ സാറ് മീഡിയക്കാരോട് പറഞ്ഞത് സാറും കേട്ടതല്ലേ? ഉടനെ ഹൃതിയെ പറയുക, രാഷ്ട്രീയ ജീവിതം വിട്ടെന്നാ ചെറിയച്ച അച്ഛൻ പറഞ്ഞത്? പൊളിറ്റിക്സ് വിട്ടൊരു ജീവിതം സാറിനുണ്ടോ? രാജു, അതെ, ചേട്ടൻ അങ്ങനെ പറയുമ്പോഴേ എന്ത് ഹൃദയവേദനയോടെ ആയിരിക്കും പറഞ്ഞത്. ചെറിയച്ച, ചിലപ്പോൾ സദാശിവൻ സാർ അച്ഛനോട് സംസാരിച്ചാലേ അച്ഛൻ ചിലപ്പോൾ തീരുമാനം മാറ്റുമോ? അതിന് ഋതു, സദാശിവൻ സാറ് പല പ്രാവശ്യം സാറിനോട് സംസാരിക്കാൻ വിളിച്ചു, സാറാണ് സംസാരിക്കാൻ തയ്യാറാകാത്തത്. സദാശിവൻ സാർ എന്നോട് കംപ്ലൈൻറ്റും പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? അടുത്ത CM ആകേണ്ട ആളാണ് വർമ്മ സാറെന്ന്. അദ്ദേഹം എന്ത് കാരണം കൊണ്ടായാലും ഇങ്ങനെ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒട്ടും ശരിയല്ലെന്നാണ് സദാശിവൻ സാറ് പറയുന്നത്. ചേട്ടൻ വളരെ നിരാശനാണ് രാജു. എല്ലാത്തിൽ നിന്നും റിട്ടയർഡ് ചെയ്ത് മാറി നിൽക്കാനാണ് ചേട്ടൻ്റെ ഉദ്ദേശം. അത് നിരാശ കൊണ്ടല്ലേ ചെറിയച്ച? എന്തായാലും അച്ഛന് നേരെ നടന്ന ഈ ചതിയും പടച്ചുവിടുന്ന ഈ നുണക്കഥകളും ഒന്നും വെറുതെ വിടാൻ പറ്റില്ല. എൻ്റെ അച്ഛന് നീതി കിട്ടിയേ പറ്റൂ. അപ്പോൾ വെളിയിലൊരു കാറ് ചീറിപ്പാഞ്ഞ് വന്ന് അതിൽ നിന്ന് ദീപക്ക് ദേഷ്യത്തോടെ ഇറങ്ങി ഇങ്ങനെ പോവുകയാണ്. അവിടെ ഇരിക്കുന്ന രാജുവിനെ, ഹൃതിയെ, ശേഖരനെ ഒന്നും മൈൻഡ് ചെയ്യാതെ അവൻ ദേഷ്യത്തോടെ ഇങ്ങനെ മുകളിലോട്ട് കയറി പോവുകയാണ്. അവരാകെ അന്തം വിട്ട് ദീപക്കിനെ നോക്കുക. ഋതിക പറയാ, ഇവനിതെന്ത് പറ്റി? അത് ഋതികയെ തെരുവിൽ നിന്ന് നല്ല ഇടികെട്ടിയ ലക്ഷണമുണ്ട് അവന്. ഈ സമയം അംബിക റൂമിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക. അംബികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും അംബികയുടെ കോലം കത്തിച്ചതും ഒക്കെ. അപ്പോൾ ഇരമ്പിപ്പാഞ്ഞു വരുന്ന കടലിനെ പോലെ ദീപക് അലറി അടിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് അവിടുന്ന് ടേബിള് പിടിച്ചൊരു ഒറ്റ തള്ളു. അംബിക ദീപക്കിനെ തന്നെ നോക്കൂ. എന്താടാ, എന്ത് പറ്റിയടാ നിനക്ക്? ഒന്നിനു പുറകെ ഒന്നായി ഇനി മറ്റു വല്ല ഭൂകമ്പവും നടന്നോടാ? നമ്മുടെ കഷ്ടകാലമാണല്ലോടാ ദീപക്കെ. ഈ സമയം ഋതിക രാജുവിനെ പിടിച്ച് വലിച്ചോണ്ട് പോവാ. ഋതു, നീ എന്തായി കാണിക്കുന്നത്? രാജു, അതെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, നമുക്കവിടെ റൂമിൻ്റെ വാതൊക്കെ പോയി കേൾക്കാം. അത് വളരെ ചീപ്പാണ് ഋതു, അത് വേണം രാജു. ദീപക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ആലോചിക്കുക. അമ്മയെ ഞാൻ ചതിച്ച വിവരം പറയണോ? പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല, കാരണം അമ്മയും ഇടയ്ക്കിടയ്ക്ക് എന്നെ ചതിക്കുന്നതല്ലേ. എടാ ദീപക്ക, നിന്നോടാ ചോദിച്ചത്, എന്താണെങ്കിലും തുറന്നു പറയടാ. അത് പിന്നെ അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റി, ഞാനൊരു തെറ്റ് ചെയ്തു പോയമ്മേ. എടാ, മനുഷ്യനിവിടെ തീ പിടിച്ച് കിടക്കുമ്പോഴാ നീ വീണ്ടും പെണ്ണുകേസിൽ കുടുങ്ങി അല്ലേടാ? അയ്യോ എൻ്റെ അമ്മ, അതൊന്നും അല്ല, ഞാൻ ആ അനന്തംപിള്ളയെ വിശ്വസിച്ചു. അയാൾ എന്നെ മുഖ്യമന്ത്രി വരെ ആക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കാലുവാരി. എന്താടാ നീ പറയുന്നത്? നീ എന്നെ കാലുവാരിയെന്നോ? ഈ സമയം ഹൃതിയെ രാജുവിനെ ബ്രെയിൻ വാഷ് ചെയ്യുക. രാജു, നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവർ ഒളിച്ചു നിന്ന് കേൾക്കാറില്ലേ? പിന്നെന്താ നമുക്ക് കേട്ട? വാ രാജു, അവൻ്റെ ആ പോക്ക് കണ്ടിട്ട് എന്തോ വലിയ കാര്യം നടന്നിട്ടുണ്ട്, വാ രാജു എന്നും പറഞ്ഞ് രാജുവിനെ വിളിച്ചുകൊണ്ട് ഹൃതിക അംബികയുടെ മുറിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. എടാ ദീപക്ക, നീ എന്തൊക്കെയാടാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടാ. അമ്മ, അയാൾ എന്നെ ഒത്തിരി മോഹിപ്പിച്ചമ്മേ, എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്നും അയാളുടെ മോളെ എനിക്ക് കെട്ടിച്ചു തരാമെന്നും. എന്നിട്ട് അയാൾ എന്നെ ചതിച്ചു. എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അയാൾ അമ്മയെ ചതിക്കാൻ വരെ എന്നെ പ്രേരിപ്പിച്ചു. എടാ ദീപക്ക, നീ എന്തൊക്കെയാടാ പറയുന്നത്? നീ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞേടാ, ഞാൻ പറയാമേ. അങ്ങനെ ദീപക്കുണ്ടായ കാര്യങ്ങളൊക്കെ പറയുവാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പിന്നിൽ നടന്ന ചതിയുടെ കഥയൊക്കെ അംബിക അപ്പോഴാണ് അറിയുന്നത്. എല്ലാവരോടും ഇതൊരു ഭാവി മുഖ്യമന്ത്രിയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണമ്മേ എന്നെ പരിചയപ്പെടുത്തിയത്.
വർമ്മയുടെ അനന്തരവനായി അറിയപ്പെടുന്ന ഇവൻ ഭാവിയിൽ എൻ്റെ മരുമകനായും അറിയപ്പെടും. മോനെ, രാഷ്ട്രീയമെന്ന് പറയുന്നത് കാലുവാരലും കുതികാല് വെട്ടലുമാണ്. അതുകൊണ്ട് മോൻ സ്വന്തം അമ്മയുടെ കുതികാലും വെട്ടണം. ദാറ്റ് ഈസ് പൊളിറ്റിക്സ്. അതാണ് മോനെ. ഇത് കേട്ടതും അംബിക ചാടി എഴുന്നേറ്റ് ടേബിൾ തള്ളിയിട്ടിട്ട് എന്തൊക്കെയാടായി പറയുന്നത്? ഞാൻ എന്തൊക്കെയാടായി കേൾക്കുന്നത്? ദീപക്കനെ പിടിച്ച് പൊക്കി എഴുന്നേപ്പിച്ചവനെ അവന്റെ ഷർട്ടിന്റെ കോളറെ പിടിച്ചിട്ട് കുലുക്കി നീ എന്തുവാടാ കാണിച്ചത്? പെറ്റു വളർത്തിയ അമ്മയെ നീ ചതിച്ചെന്നോ? ദീപക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അമ്മയുടെ രക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി പലപ്പോഴും അമ്മ എന്നെ ബലിയാടാക്കിയിട്ടില്ലേ? അതുപോലെ ഒരു തെറ്റ് എനിക്കും പറ്റിപ്പോയി. അമ്മ എന്നോട് ക്ഷമിക്കണം. എങ്കിൽ നീ എന്നെ അങ്ങോട്ട് കൊല്ലടാ. ഒരിക്കൽ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ? കൊല്ലടാ, അതുകൊണ്ട് നീ എന്നെ കൊല്ലടാ എന്നും പറഞ്ഞ് അംബിക ദീപക്കനെ ഇട്ട് കുലുക്കി മറിക്കുവാണ്. സ്വന്തം അമ്മയെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത നിന്നോടൊപ്പം ഇനി എനിക്ക് ജീവിക്കണ്ടാടാ. എനിക്ക് മരിക്കണം. കൊല്ലടാ നീ എന്നെ. ദീപക്കും അമ്മയെ എന്നെ വിടമ്മേ. നീ അവനോടൊപ്പം ചേർന്ന് എന്നെ ജയിലിലാക്കാൻ തീരുമാനിച്ചതല്ലേ? അതുകൊണ്ട് നീ എന്നെ കൊല്ലടാ. അമ്മ എന്തുപോയി കാണിക്കുന്നത്? വിടമ്മേ. നിന്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് മരിക്കണം. കൊല്ലടാ എന്നെ. ദീപക്കിന്റെ 2 കൈയും പിടിച്ച് അംബികയുടെ കഴുത്തി വെച്ച് അംബിക ഞെക്കുവാണ്. നീ എന്നെ ചതിച്ച് എനിക്ക് ജീവിക്കണ്ട. ഇനി എന്നെ കൊല്ലടാ. എനിക്ക് മരിക്കണം. ഇങ്ങനെ ഒരുത്തനെയാണല്ലോ ദൈവമേ ഞാൻ വളർത്തിയത്. എന്നെ കൊല്ലടാ. ഇത് കണ്ടുകൊണ്ട് രാജു ഋതിക അങ്ങോട്ട് ഓടിച്ചെല്ലുവാണ്. ഋതിക ചോദിക്കുന്നു, ഇതെന്താ കൊലപാതകമോ അതോ ആത്മഹത്യയോ? ഇത് രണ്ടായാലും ഇവിടെ പറ്റില്ല. വല്ല ലോഡ്ജിലും പോയി മുറിയെടുത്ത് അവിടെങ്ങാനും പോയി ചെയ്. ഇവിടെ മനുഷ്യര് താമസിക്കുന്നത്. ഋതു, ഇത് ആത്മഹത്യയും കൊലപാതകവും ഒന്നും അല്ല. ഇവർക്ക് 2 പേർക്കും എന്തോ തക്കതായ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതിന്റെ റിയാക്ഷനായി കാണിക്കുന്നതൊക്കെ അമ്മയും മകനും മിണ്ടാതിങ്ങനെ നിൽക്കുക. ഋതിക ഒരു പുച്ഛത്തോടെ ചോദിക്കുക, സത്യം പറ, എന്താ ഈ അഭ്യാസത്തിന്റെ അർത്ഥം? എന്തുപാടി നീ പറഞ്ഞത്? എന്താ അഭ്യാസം? ഞാൻ ഇവനോട് എന്റെ പൊന്നാങ്ങളുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞ് കരയുമായിരുന്നു. ഒരു പൊട്ടിക്കരച്ചിലൊക്കെ അംബിക അങ്ങോട്ട് പാസ്സാക്കുന്നുണ്ട്. എന്റെ പ്രതാപൻ ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് ആരെങ്കിലും കരുതിയോ? ഒട്ടിച്ചിരിച്ചോണ്ട് രാജു ഋതിയോട് പറയാം, ഋതു, ഇത് ഇവരുടെ നമ്പർ 1 തരികിടയാ. വർമ്മ സാറിന്റെ കാര്യം ഓർത്ത് ഇവർ സന്തോഷിക്കുകയല്ല ചെയ്യത്തുള്ളൂ, അല്ലാതെ കരയില്ലല്ലോ. ഇത് മറ്റെന്തോ ഒരു കാര്യമാ. ഇവർക്ക് എവിടുന്നോ നല്ല 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയി കാണിക്കുന്നതൊക്കെ. ഋതിക വീണ്ടും ചോദിക്കുക, സത്യം പറ, എന്താ ഉണ്ടായ കാര്യം നിന്നോട് പറഞ്ഞില്ലേടി? നീ ആരാടി ഇതിനും മാത്രം എന്നെ ചോദ്യം ചെയ്യാൻ? എന്റെ ആങ്ങളോടുള്ള സ്നേഹം എന്താന്ന് നിനക്കൊന്നും അറിയില്ല. അതെനിക്കേ അറിയാവൂ. അതൊന്നും നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമോ എനിക്കില്ല. അയ്യോ, നിങ്ങൾ പറഞ്ഞതൊക്കെ നുണയാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. എത്ര ചോദിച്ചാലും നിങ്ങളോട്ട് സത്യം പറയാനും പോകുന്നില്ല. വേണ്ട, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. പക്ഷേ ഒരു കാര്യം സത്യമാണ്, അംബികയുടെയും മകന്റെ ഇവിടുത്തെ കാലാവധി തീരാറായി. 2 പേരും ഓർത്തോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഋതിയും രാജുവിനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവുക. അംബികയുടെയും മോന്റെയും പ്ലാൻ എല്ലാം തകിടം മറിഞ്ഞ് 2 പേരും ഭയങ്കര സങ്കടം. അംബികയെ ഓർത്തോർത്ത് പൊട്ടിക്കരയുവാണ്. എന്തൊക്കെ മനപ്ലാനോടുകൂടിയാണ് അംബികയെ അങ്ങോട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായത്? ഒന്നും കൈയിട്ട് വാരാനും പറ്റിയില്ല. അവസാനം കള്ളിയൊന്ന പേരുമായി. പൊടിയാടിയോട് അനന്തംപിള്ള ചോദിക്കുന്നു, എടോ, താൻ ആ കണക്കുകളൊക്കെ എഴുതി വെച്ചോ? അതെല്ലാം ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് സാർ. അതുപോരാ, അതെല്ലാം കമ്പ്യൂട്ടറിൽ കയറ്റണം. എൻ്റെ കമ്പനി ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാഫിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. അവരതൊക്കെ ഭംഗിയായിട്ട് ചെയ്തോളും. അതൊക്കെ ഇരിക്കട്ടെ സാറേ. ഇനി എന്താ നമ്മുടെ അടുത്ത പരിപാടി? എടോ പൊടിയാടി, അടുത്ത പരിപാടി എന്താണെന്ന് താൻ തന്നെ പറഞ്ഞേ. അയ്യോ എൻ്റെ സാറേ, ഞാനല്ലല്ലോ രാവണൻ, അത് സാറല്ലേ. ഞാൻ വെറും ഒരു വാനരനല്ലേ. എടോ, ആഞ്ജനേയർ ആരാണെന്ന് കരുതിയാ താനിരിക്കുന്നത്? ലങ്കയ്ക്ക് തീയിട്ട് രാവണനെ വിറപ്പിച്ച ആളാ ആഞ്ജനേയൻ. എന്തായാലും അടുത്ത നീക്കം എന്താണെന്ന് താൻ ചോദിച്ചതല്ലേ. അടുത്തതായി ചെയ്യാൻ പോകുന്നത് പ്രതാപവർമ്മയുടെ അറസ്റ്റ്. അയ്യോ, അറസ്റ്റോ? അതിന് താൻ എന്തിനാടോ ഇങ്ങനെ അന്തം വിട്ടു നോക്കുന്നത്? അറസ്റ്റ് എന്ന് വെച്ചാൽ നല്ല 1-ാം തരം അറസ്റ്റ്. അയ്യോ സാറേ, അതെങ്ങനെയാ സാറേ? അത് പോസിബിൾ ആവുമോ? എടോ, കാട് വിറപ്പിക്കുന്ന ആൺസിംഹത്തിന്റെ കഥ താൻ കേട്ടിട്ടില്ലേ? സാറേ, ഞാനത് കേട്ടിട്ടുമുണ്ട്, വായിച്ചിട്ടുമുണ്ട്. എന്നാലേ കാടും നാടും വിറപ്പിക്കുന്ന ഒരു സിംഹിണിയുടെ കഥ. സിംഹിണിയോ? അതേടോ, ഇനി വരുന്ന ഇലക്ഷൻ വരെ ഇവിടെ കളക്ടറുടെ ഭരണമാണല്ലോ നടക്കാൻ പോകുന്നത്. ഇവിടെ ഭരിക്കാൻ ഒരു കളക്ടർ വരുന്നുണ്ട്. അവളെ ഒരു സിംഹിണി തന്നെയാ. അത് പിന്നെ സാറേ, ഈ കളക്ടർമാര് പൊതുവെ സ്ട്രെയിറ്റ് ഫോർവേഡാ. എല്ലാവരെയും വശത്താക്കാനുള്ള ഈ അനന്തംപിള്ളയുടെ നാവും എന്റെ ഈ സമീപനവും. സാറേ, ആ കളക്ടറുടെ പേരെന്തുവാ? ശാലിനി. കളക്ടർ ശാലിനി. ഋതിക പ്രതാപന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ചായ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. അച്ഛനിപ്പം നല്ല മൂഡിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാം അങ്ങോട്ട് പറയാം. അച്ഛാ, എൻ്റെ 1-2 അഭിപ്രായങ്ങൾ അങ്ങോട്ട് തുറന്നു പറയട്ടെ. അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ളതാണല്ലോ. അതിനെന്തിനാ നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ മടിക്കുന്നത്? ഞാൻ പറയുന്നത് അഡ്വൈസായിട്ടൊന്നും അച്ഛൻ തെറ്റിദ്ധരിക്കരുത്. പ്രതാപൻ മനസ്സിൽ പറയും, അവൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ശ്രമമാണല്ലോ. എന്തായാലും അവൾ പറയട്ടെ, നിരാശപ്പെടുത്തണ്ട. അച്ഛൻ തന്നെ പറഞ്ഞൊരു വാക്കാ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. തിരകളും ചുഴകളും നിറഞ്ഞു കലങ്ങിയതാണ് ജീവിതം.
മുഴുവൻ പ്രതിസന്ധികളാ. ആ പ്രതിസന്ധികളെ മുഴുവൻ ധൈര്യപൂർവ്വം മറികടക്കുമ്പോഴാ ഒരു മനുഷ്യനാകുന്നത്. ആഹാ, കട്ടിയുള്ള വാക്കുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാനത് മനഃപ്പാടമാക്കിയതാ. അതുകൊണ്ട് ഞാൻ പറയുക, എൻ്റെ അച്ഛൻ ഈ നിരാശയൊക്കെ മാറ്റണം. പ്രതാപൻ പെട്ടെന്ന് വിഷയം മാറ്റാനായിട്ട്, അല്ല, ഈ ചായ ആരാ ഉണ്ടാക്കിയത്? ഋതിക സന്തോഷത്തോടെ, ഈ ചായ ഞാനാച്ചാ ഉണ്ടാക്കിയത്. അച്ഛാ, ഞാൻ പറയാൻ വന്നത് മുഴുവൻ പറഞ്ഞില്ല. പ്രതാപൻ ആ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് ചായക്കപ്പ് ഋതികയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ചിരിയോടെ പറയുക, നല്ല ചായ, നിനക്ക് ചായ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. കൺഗ്രാജുലേഷൻസ്. ഋതികയ്ക്ക് മനസ്സിലായി അച്ഛൻ തന്നെ ഒഴിവാക്കിയതാണെന്ന്. അപ്പോൾ പ്രതാപന് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് രാജു അങ്ങോട്ട് വരുന്നുണ്ട്. ആ വാ രാജു. സാർ അറിഞ്ഞോ കാര്യം? കളക്ടർ ഇന്നാണ് ചാർജ് എടുക്കുന്നത്. ഞാൻ ഇന്നലെ അറിഞ്ഞു രാജു. ഭരണത്തിൽ ഇപ്പൊ വലിയ പ്രതിസന്ധികളല്ലേ. ഇനി പുതിയ ഭരണസമിതി വരുന്നത് വരെ കളക്ടർ ഭരണമായിരിക്കുമല്ലോ. സാറേ, ഇവിടേക്ക് ചാർജ് എടുക്കുന്നത് ഏതോ പേര് കേട്ട ലേഡി കളക്ടറാണെന്നാ പറഞ്ഞു കേട്ടത്. എനിക്കറിയാൻ രാജു. പ്രശസ്തയാണ്, പ്രഗത്ഭയുമാണ്, അടിയുറച്ച ആദർശമുള്ളവരാണ്. കളക്ടർ ശാലിനി. അനന്തംപിള്ളയും പൊടിയാടിയും കുറെ പോലീസുകാരും കുറെ അനുയായികളും എല്ലാം ഉണ്ട്. എല്ലാവരും കളക്ടർ ശാലിനിയെ സ്വീകരിക്കാനായിട്ട് പൂച്ചെണ്ടും പൂമാലയൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അനന്തംപിള്ളയോട് പൊടിയാടി ചോദിക്കും, സാറേ, ഈ കളക്ടറെ സാർ അറിയോ? എവിടെ? ഇവളെക്കുറിച്ച് ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്. ഇവളെയൊക്കെ കയ്യിലെടുക്കാനാണോടോ പ്രയാസം? അതെനിക്കറിയാലോ. അക്കാര്യത്തിലൊക്കെ സാറൊരു കാലനാണല്ലോ. ഞാൻ അക്കാര്യത്തിൽ മാത്രമല്ലടോ, എല്ലാ വലിയ കാര്യത്തിലും ഞാനൊരു മഹാകാലം തന്നെ. ഈ വരുന്ന കളക്ടറെ പല തന്ത്രങ്ങളും ഉപയോഗിച്ച് നമുക്ക് കയ്യിലെടുക്കണം. വലിയൊരു പദ്ധതി തന്നെ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അതെനിക്കറിയാമല്ലോ സാറേ. ഒരാവശ്യമില്ല സാറിങ്ങനെ കളക്ടർ ഓഫീസിൽ വന്നിങ്ങനെ കറങ്ങി നിൽക്കത്തില്ലല്ലോ. അപ്പോൾ കളക്ടർ ശാലിനിയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനി ഇറങ്ങുന്നു. ശാലിനിയെ മാലയിട്ട് സ്വീകരിക്കുന്നു, ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അടുത്തതായിട്ട് അനന്തംപിള്ളയുടെ ഉഴവ. നമസ്കാരം മാഡം എന്നും പറഞ്ഞ് അനന്തംപിള്ളയും പൊടിയാടി ഒരു ബൊക്കയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കളക്ടർ വരുന്ന വിവരം അറിഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. ഉടനെ ശാലിനി ചോദിക്കും, അല്ല, നമ്മൾ ആരാണാവോ? അയ്യോ, ഞാൻ അനന്തംപിള്ള, രാഷ്ട്രീയ നേതാവുമാണ്, നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. പൊടിയാടി പൂച്ചെണ്ട് നീട്ടി വെച്ചോണ്ട് വെൽക്കം മാഡം. അല്ല, നിങ്ങളാരാ? ഞാൻ പൊടിയാടി, ഈ അനന്തംപിള്ള സാറിന്റെ PA. ഈ അനന്തംപിള്ള സാർ ആരാണെന്ന് ശരിക്കും മേഡത്തിന് അറിയില്ലെന്ന് തോന്നുന്നു. ശാലിനി അനന്തംപിള്ളയും പൊടിയാടിയോ ഒന്ന് നോക്കിയിട്ട് പറയാം, ഈ പൂച്ചെണ്ട് എനിക്ക് വേണ്ട, എനിക്ക് പൂക്കളേക്കാൾ ഇഷ്ടം പേപ്പറുകളെയാണ്. അത്രയും പറഞ്ഞിട്ട് ശാലിനി അകത്തോട്ട് കയറി അങ്ങ് പോയി. അനന്തംപിള്ളയും പൊടിയാടി ഒരു നാണം കെട്ടങ്ങനെ നിൽക്കുവാണ്. കളക്ടർ ശാലിനി അങ്ങനെ അവരുടെ കസേരയിൽ വന്നിരുന്നുകൊണ്ട് ഒരു പോലീസ് ഓഫീസറോട്ട് സംസാരിക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴെങ്ങനെയാണ്? പൊതുവെ ഇവിടെ എങ്ങനെയാണ്? ശാന്തമായ ഒരു ജില്ലയാണോ? മാഡം, അത് പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. പണ്ട് ക്രിമിനൽസും വയലൻസും ഒക്കെ ഉള്ള ഒരു ജില്ലയായിരുന്നു. ഇപ്പൊ പൊതുവെ ശാന്തം. മുരുകപ്പ കതിരേശനായിരുന്നില്ലേ ഇതിനു മുമ്പ് ഇവിടെ വന്നിരുന്ന കളക്ടർ? അങ്ങനെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ കളക്ടർ ശാലിനി ആ പോലീസ് ഓഫീസറോട് ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ആ പോലീസ് ഓഫീസർ അവിടെ നിന്ന് പോയി. അപ്പോഴങ്ങോട്ട് വേറൊരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, മാഡം, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആദ്യത്തെ മീറ്റിംഗ് അല്ലേ, വരാൻ പറയൂ. ഒരു വളിച്ച ചിരിയുമായിട്ട് അനന്തംപിള്ള അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നു, നമസ്കാരം മാഡം, സ്വീകരണ ചടങ്ങിൽ ശല്യപ്പെടുത്തരുതെന്ന് കരുതിയാ ഞാൻ അങ്ങോട്ട് മാറി നിന്നത്. ഞാൻ അനന്തംപിള്ള, പാർട്ടി പ്രസിഡന്റ്. ശാലിനി വരുന്നതിന് മുമ്പ് ഇയാളെക്കുറിച്ച് വല്ലതും അറിഞ്ഞു വെച്ചോ എന്തോന്നറിയില്ല. ശാലിനിക്ക് ഇയാളെ അങ്ങോട്ട് കണ്ടിട്ട് തീരെ പിടിക്കുന്ന ലക്ഷണമില്ല. മാഡം, നമ്മൾ തമ്മിലൊരു ചെറിയ റിലേഷൻ കൂടി ഉണ്ട്. റിലേഷനോ? അതെങ്ങനെ? മാഡത്തിൻ്റെ ഫാദറിനോടെ ഫസ്റ്റ് കസിനാണ് ഞാൻ. മാഡം ഇങ്ങോട്ടാ വരുന്നതെന്നൊക്കെ അവരൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷമായി. അതുകൊണ്ട് തന്നെയാ ഇന്ന് ഒത്തിരി തിരക്കുകൾ ഉണ്ടായിട്ടും അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ മാഡത്തിനെ കാണാൻ തന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നത്. മാഡം ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞപ്പോഴേ ഞങ്ങൾ എല്ലാവരും വളരെ വളരെ സന്തോഷത്തിലായിരുന്നു. എന്താവശ്യമുണ്ടെങ്കിലും മാഡം ഞങ്ങളോട് പറയണം. രാഷ്ട്രീയ നേതാവാണെന്നും പറഞ്ഞ് ഒരു റെക്കമെൻഡേഷനും പറഞ്ഞ് ഈ അനന്തംപിള്ള വരില്ല. അക്കാര്യത്തിൽ മാഡം പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിനെന്താ, വരുന്നതിനെന്താ? ജെന്യുവിനായ കേസുകൾക്കൊക്കെ രാഷ്ട്രീയക്കാർ ഇടപെട്ടേ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഇനി ഞാൻ ഇവിടെ ശല്യപ്പെടുത്തുന്നില്ല. വീണ്ടും കാണാം. വീണ്ടും ആ ബന്ധം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അനന്തംപിള്ള പറയാം, ഞാൻ മാഡത്തിനെ കണ്ട വിവരമേ എല്ലാവരോടും ഒന്ന് വിളിച്ച് പറയാം എന്നും പറഞ്ഞ് അനന്തംപിള്ള അവിടുന്ന് പോവുകയാണ്. അനന്തംപിള്ള അവിടുന്ന് പോയതിനു ശേഷം ശാലിനി ഒരു സ്റ്റാഫിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അവരോട് ചോദിക്കുന്നു, എന്നെ ഇപ്പോൾ ഇവിടെ കണ്ടിട്ട് പോയ അനന്തംപിള്ളയെ അറിയുമോ? ആ സ്റ്റാഫ് അനന്തംപിള്ളയുടെ ആളാണെന്ന് തോന്നുന്നു. അനന്തംപിള്ളയെ അത്രത്തോളം അങ്ങോട്ട് പുകഴ്ത്തിയാണ് ശാലിനിയോട് പറയുന്നത്. അപ്പോഴേ ശാലിനിക്ക് മനസ്സിലാകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ തരികട ഇയാൾ നടത്തുന്നുണ്ട്. അയാൾക്ക് സപ്പോർട്ടാണ് ഈ സ്റ്റാഫെന്ന്. അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. പണ്ട് മുതലേ അദ്ദേഹം ഒരു വലിയ പൊളിറ്റീഷ്യനായിരുന്നു. ഇടയ്ക്ക് കുറച്ചുനാൾ സ്റ്റേറ്റ്സിൽ പോയിരുന്നു. ഇപ്പോഴദ്ദേഹം ഇവിടുത്തെ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. അവളുടെ പുകഴ്ത്തൽ അധികമാകുന്ന കണ്ടപ്പോൾ ശാലിനി ഉടനെ പറയാം, ഞാൻ ഇതൊന്നും അല്ല ചോദിച്ചത്.
ഇദ്ദേഹം ഇവിടുത്തെ രാഷ്ട്രീയ വലിയ തിമിംഗലം വല്ലതും ആണോന്നാ ചോദിച്ചത്. അയ്യോ ഒരിക്കലും അല്ല മാഡം, അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യന്, വെറും ഒരു പച്ച മനുഷ്യൻ. മാഡത്തിന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. അതിന്റെ കാരണം അനന്തംപിള്ള ജീവിതത്തിലുടനീളം ന്യായത്തിന്റെ ഭാഗത്തേ നിന്നിട്ടുള്ളൂ. പാവങ്ങളുടെ പടത്തലവൻ എന്നാ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ ശാലിനിക്ക് മനസ്സിലായി, ശാലിനി ഒരു കളക്ടറല്ലേ, ഇവള് കൈക്കൂലിക്കാരിയാണ്. അനന്തംപിള്ളയുടെ വലം കൈയോ ഇടം കൈയോ എന്തോ ഒന്നാണെന്നും ശാലിനിക്ക് മനസ്സിലായി. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനിയെ കുറിച്ച് പ്രതാപൻ പറഞ്ഞതേ നല്ല അഭിപ്രായമാണ് ഋതിയോടും രാജുവിനോടും. വളരെ പ്രഗത്ഭയും സാമർത്ഥ്യക്കാരിയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ശാലിനി കള്ളത്തരങ്ങളെല്ലാം അനന്തംപിള്ളയുടേത് വെളിയിൽ കൊണ്ടുവരും. അനന്തംപിള്ളയെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. പഴയതിനേക്കാളും പ്രതാപത്തോടെ പ്രതാപവർമ്മ വീണ്ടും ഭരണത്തിലോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.